ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മത്തങ്ങയും ചെറുപയറും കൂടിയിട്ടുള്ള ഒരു നാടൻ കറിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പ് ചെറുപയറും. ഇനി ഈ മത്തങ്ങ ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. അതുപോലെ ചെറുപയറൊന്ന് കഴുകിക്കൊണ്ടുവരണം. കഴുകിയെടുത്ത ചെറുപയർ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുക്കറിൽ തന്നെ ഇട്ട് ഞാനതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. വേറൊരു പാത്രം കൂടെ കഴുകണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുന്നത്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത് പാചകത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇത് ഒരുപാടൊന്നും മൂക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നാൽ മതി. അതിനൊരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. പയർ നികന്ന് നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഈ സമയത്ത് ഞാനൊരു അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അരമുറി നാളികേരം, 2 പച്ചമുളക്, 5 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി അല്ലി, ഇത്രയുമാണ് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ 3 വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫാക്കി വെച്ചിരുന്നു. ഇനി അത് പയറ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ പയറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുവാണ്. 1 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇപ്പം അത് ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. അതിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ മത്തങ്ങയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. മത്തങ്ങ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ച് പയറിൻ്റെ കൂടെ ചേർക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇതുടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. ഈ സമയത്ത് ഞാൻ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടൊന്നും തിളപ്പിക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതിനകത്ത് ഒന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയപ്പോൾ 2 വറ്റൽമുളക് ചേർത്തു, 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുത്തരിയാണ്. കുത്തരി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ സമയത്ത് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി ചേർക്കാം, അല്ലെങ്കിൽ സവോളയാണേലും മതി. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ ചെറുകിയ നാളികേരം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നാളികേരം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം കറിക്ക് ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു കളറും മണവും ഒക്കെ കിട്ടും. അതിനാണ് ഈ ലാസ്റ്റിൽ മുളക് പൊടി ചേർക്കുന്നത്. എന്നിട്ട് ഈ മിശ്രിതം ഞാൻ നമ്മുടെ മത്തങ്ങ പയർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ചോറും ചപ്പാത്തിയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് മാത്രമായിട്ടും കഴിക്കാം. അത്രയും ഡെലീഷ്യസും ന്യൂട്രീഷ്യസുമാണ് ഈ കറി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.